മുഴുവൻ ജനതയ്ക്ക് വേണ്ട അരിയും വാങ്ങുവാൻ 3000 കോടി രൂപ മതി. എന്നാൽ 15,000 കോടി രൂപയുടെ മദ്യമാണ് ഒരു മാസം കേരളത്തിൽ ചിലവഴിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ കുടിക്കുന്നതിലൊട്ടും പിൻപിലല്ലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പുകവലി മൂലം, ലഹരി മരുന്നുകൾ മൂലം, മദ്യപാനം മൂലമുള്ള സകല രോഗങ്ങൾക്കും മനുഷ്യർ അടിമയാകുന്നു. സാമ്പത്തിക സ്ഥിതികൾ തകർന്നാലും കടം മേടിച്ച് കുടിക്കുന്നത് ഒരു ശൈലിയായി മാറി. കേരളത്തിലുള്ളവർക്ക് ഇന്ന് ആഘോഷങ്ങൾക്ക് മദ്യമില്ലെങ്കിൽ എന്തൊരാഘോഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ മുതൽ പ്രായമുള്ളവർ വരെ ഒരുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സത്യസുവിശേഷത്തെ ഞങ്ങൾ ഈ വേങ്ങൂർ ദേശത്ത് വെളിപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു മറ്റു മതങ്ങളെ പോലെ ഒരു മതത്തിൻ്റെ ദൈവമല്ല, പിന്നെയോ അവൻ ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയട്ടെ. അതിൻ്റെ കാരണം എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണ്, കർമാചാരങ്ങൾ കൊണ്ടും ഏതെങ്കിലും സൽപ്രവർത്തികൾ കൊണ്ടുമൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നും പോകുന്നത്. മറ്റുള്ള പുണ്യവാളന്മാരെയും മാതാവിനെയും ഒക്കെ ആരാധിക്കുന്ന ഒരവസ്ഥയിലൂടെ നാം കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ഇന്ന് സമൂഹത്തിൻ്റെ നേതാവായ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന വിലയേറിയ മനുഷ്യൻ തന്നെ പറഞ്ഞു, മറിയ ഒരിക്കലും ആരാധ്യമായ സ്ത്രീയല്ല, യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കുമെന്നുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ നേതാവ് തന്നെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിൽ ജനം നിൽക്കുകയാണ്. ഞങ്ങൾ നൂറ്റാണ്ടുകളായി വിളിച്ചു പറയുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ശക്തിയോടെ പറഞ്ഞു മറിയ ഭാഗ്യവതിയായ ഒരു സ്ത്രീ തന്നെ, എന്നാൽ അവർ ആരാധനയ്ക്ക് യോഗ്യയല്ല. ഒരിക്കലും അവർ ആരാധനയ്ക്ക് വേണ്ടിയല്ല അവർ നിന്നത്. കാരണം അവർ സാധാരണക്കാരിയായ ഒരു കന്യകയായ സ്ത്രീ ആയിരിക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ പ്രവചനം നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത അന്നത്തെ കാലത്തെ കന്യകയായ ഒരു സ്ത്രീ മാത്രമാണവർ. അവരുടെ ഗർഭപാത്രം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. അതിനുശേഷം അവർ അതിനുള്ള പുകഴ്ചയൊന്നും എടുക്കുന്നതായി നാം കാണുന്നില്ല. 120 പേരുള്ള ശിഷ്യന്മാരുടെ സംഘം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് ചേർന്ന് ഒരു ആത്മനിറവിന് വേണ്ടി കാത്തിരുന്ന സ്ത്രീയാണത്. ഇന്ന് സമുദായങ്ങൾ പഠിപ്പിക്കുന്നു അവർ നന്മ നിറഞ്ഞവളാണ്. ഇല്ല, ഒരിക്കലും ബൈബിൾ പറയുന്നു അവർ കൃപ ലഭിച്ചവളാണ്. അതെ, ഇന്ന് ഈ സുവിശേഷം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ആനുകാലികമായ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പറയട്ടെ, മറിയ ഒരിക്കലും കൃപ നിറഞ്ഞവളല്ല, കൃപ ലഭിച്ചവളായിരുന്നു. അതിനുശേഷം അവർ കൃപ നിറയാൻ കാത്തിരുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ആരാധന എവിടേക്കെങ്കിലും പോകരുത്. ഇന്ന് ആരെ ആരാധിക്കണമെന്നറിയാത്തത് കൊണ്ട് ആരെയും ആരാധിക്കുന്നു, എവിടെ ആരാധിക്കണമെന്നറിയാത്തത് കൊണ്ട് എവിടെയും ആരാധിക്കുന്നു. കേരളം അങ്ങനെ താണുപോകുന്നൊരവസ്ഥയിൽ ഞാൻ കാണുകയാണ്. ഞാൻ ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലൊരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ വേസ്റ്റ് ഇടാനായി ഒരു കാങ്കാരുവിൻ്റെ രൂപത്തിൽ ഒരു വേസ്റ്റ് ബോക്സ് അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കുറേ സമയം അവിടെ നിന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്ന് ആ കാങ്കാരുവിൻ്റെ രൂപത്തിലുള്ള ബോക്സിലേക്ക് അവർ 10 രൂപ ഇട്ടിട്ട് ആ ബോക്സിനെ തൊട്ടവർ വന്നിക്കുന്നത് കണ്ടു. അവർക്കറിയില്ല അത് വേസ്റ്റ് ഇടുന്ന ബോക്സ് ആണെന്ന്. അവരോർത്ത് അതും ഒരു ദൈവമാണ്. ഇപ്പം ഏതാ ദൈവമെന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ കടന്ന് വിഷമിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ജീവനുള്ളൊരു ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് വരികയാണ്. ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ സുവിശേഷ സത്യം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അത് പറയാൻ കാരണം ലോകത്തിലെ സകല മതങ്ങളും പാപിയായ മനുഷ്യനെ മാത്രം വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഇവിടെ വിശ്വസിച്ചുകൊണ്ട് ഉയർത്തുന്ന സത്യവേദ പുസ്തകം പറയുന്നു മനുഷ്യൻ പാപിയാണ്, എന്നാൽ അവന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അസത്യമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ബൈബിൾ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക. ഇന്നും പല കാര്യങ്ങളും നമ്മുടെ മുൻപിലൂടെ കൊണ്ടുവരിക. സോഷ്യൽ മീഡിയയുടെ വർധനവുണ്ടായി, മറ്റുള്ള പല സാങ്കേതികമായ ഉപകരണങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ലോകം മുൻപോട്ട് കുതിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടെത്തി. പണ്ടൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ, ഞങ്ങളുടെ ചെറിയ പ്രായങ്ങളിലൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊന്നും നടക്കാനില്ലാത്ത വിഷയമാണെന്ന്. പക്ഷെ ഇന്ന് മനസ്സിലായി സുവിശേഷ സത്യങ്ങൾ അത് വളരെ സത്യമാണെന്നും അതെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും. അതെ,
പണ്ടൊക്കെ വായിക്കുമ്പോൾ ഓർക്കും, ഒരു മനുഷ്യന്റെ ചരിത്രം മുഴുവൻ റെക്കോർഡ് ചെയ്തു വെക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ജീവിതം എങ്ങനെയാണ് പിന്നീട് ദൈവത്തിന്റെ മുൻപിൽ ന്യായവിധി ദിവസത്തിൽ കൊണ്ടെത്തിക്കുന്നത്? ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപിൽ എത്തണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഏറ്റവും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ഒരു മനുഷ്യനോട് പറയുന്നു, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത രഹസ്യ ജീവിതം പോലും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ന്യായവിധി ഉണ്ട്. മരണത്തിന് ശേഷം എന്ത് ചെയ്താലും ആ ന്യായവിധിയിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ, സുബോധത്തോടെ ഇരിക്കുമ്പോൾ അവന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. മറ്റൊരാളിന്റെ പ്രേരണയാൽ ആരുമൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ പോലും, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചാൽ പോലും, ജീവിതം കഴിഞ്ഞ് മരണത്തിനപ്പുറത്ത് ചെല്ലുമ്പോൾ ന്യായവിധി ദിവസത്തിൽ മറ്റൊരാൾ പറഞ്ഞിട്ടാണോ ചെയ്തതെന്നുള്ളതല്ല. ബുദ്ധിയുള്ള, സുബോധമുള്ള മനുഷ്യൻ അവന്റെ ആത്മാവിൽ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അവൻ അയ്യോ കഷ്ടം, നിത്യമായ നരകത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത് പറയട്ടെ, ചെറിയ പ്രായത്തിലൊക്കെ ഈ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെ എഴുതി വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ടുപിടിച്ചു, അരിമണിയോളം വലിപ്പമുള്ള ചിപ്പുകൾ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയാണ്. അത് വേദപുസ്തകം പറയുന്നു. ഏറ്റവും അവസാനമായ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഏകലോക ഭരണം വന്നു കഴിയുമ്പോൾ നെറ്റിയിലോ കൈമേലോ മുദ്രയില്ലാത്തവർക്ക് ആ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കഴിയില്ല. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ന് അത് ആരംഭിച്ചു കഴിഞ്ഞു. ആ ചിപ്പിനകത്തൊരു മനുഷ്യന്റെ മുഴുവൻ ചരിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നാൽ അതിന് GPS കൂടെ പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അധികം വൈകാതെ നിങ്ങൾ ഏത് സ്ഥലത്താണെന്നുള്ളതും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മുഴുവൻ റെക്കോർഡിംഗ് ആണെന്ന് മറക്കരുത്. ലോകത്തിൽ ആരും കാണാതെ രഹസ്യ ജീവിതത്തിൽ ചെയ്ത സകല പാപത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഞങ്ങൾ സത്യസുവിശേഷത്താൽ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്ത ഏതു പാപവും, എത്ര തകർന്ന മനുഷ്യനാണെങ്കിലും, ലഹരി കൊണ്ടും മദ്യപാനം കൊണ്ടും കുടുംബം തകർത്ത് ലോണുകൾ എടുത്ത് ജപ്തി സംഭവിച്ച് ഇനി മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ആത്മഹത്യയാണ് എല്ലാറ്റിന്റെയും പരിഹാരമെന്നോർത്ത് വിഷക്കുപ്പിയും കയറുമൊക്കെ മേടിച്ചു വെച്ച് കൂട്ടയാത്മഹത്യക്ക് വേണ്ടി തീരുമാനിക്കുന്ന സുഹൃത്തെ, ഇതൊരു പക്ഷേ നിങ്ങളുടെ അവസാനത്തെ മുന്നറിയിപ്പായിരിക്കാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മതങ്ങളുമില്ല, ഒരു സമുദായങ്ങളുമില്ല. എന്നാൽ ഞങ്ങൾ ഇവിടെ ഉറക്കെ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. മരണത്താൽ മാറിപ്പോകുന്ന മനുഷ്യൻ, മരിച്ചു കിടക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് ചേച്ചി വിളിച്ചു പറയും, അയ്യോ എൻ്റെ ചേട്ടൻ പോയി, ചേട്ടൻ എവിടെ പോയി, ചേട്ടനല്ലേ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇതിനകത്തൊരു ആത്മാവ് ഉണ്ടായിരുന്നു. അതേ, വിലയേറിയ ഒരു ആത്മാവ്, സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവിനെ ദൈവം നിങ്ങളുടെ അകത്ത് നൽകി തന്നതിനെ നശിപ്പിച്ച് കളയരുത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി വെച്ചപ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ പിശാച് പാമ്പെന്ന രൂപത്തിൽ വന്ന് ഹവ്വയെ വഞ്ചിച്ചു. അതിന് പിന്നാലെ ആദാമിനെ വഞ്ചിച്ചു. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തായ ജനം ഒരിക്കലും അവർക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതെ യാഗകർമാദികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു പ്രവർത്തികൾ കൊണ്ടും നീതീകരിക്കപ്പെടുകയില്ലെന്ന് സ്വർഗം കണ്ടപ്പോൾ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. പാപമറിയാത്തവനെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് ഈ സത്യവേദ പുസ്തകം പറയുമ്പോൾ, പാപം ചെയ്ത നമുക്ക് വേണ്ടി പാപമറിയാത്തവൻ ക്രൂശിക്കപ്പെട്ടു. ഇന്ന് പകൽ ഈ വേഗൂർ ദേശമേ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ കേൾക്കുക, നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന വേറൊരു മാർഗവുമില്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു മാത്രമാണ് സകല മാനവലോകത്തിന്റെയും രക്ഷകൻ.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും താൽക്കാലികമായ പണം തരുവാനോ നിങ്ങളെ ഏതെങ്കിലും മതത്തിൽ കൂട്ടിച്ചേർക്കുവാനോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ മതം മാറ്റം നടത്തുന്നവരല്ല. പക്ഷേ സത്യസുവിശേഷം പറഞ്ഞിട്ട് മനസ്സിന് മാറ്റം വന്ന ഒരുപാട് പേരുണ്ട്. വ്യക്തമായിട്ടറിയാം ഞങ്ങൾക്ക്. കാരണം ജയിലറകൾക്കകത്ത് കിടന്നുകൊണ്ട് പോലീസുകാരുടെ മർദ്ദനമുറകൾ ഏറ്റിട്ടും സത്യം സമ്മതിക്കാതെ കുറ്റബോധമില്ലാതെ ജീവിച്ച പലരും സുവിശേഷത്തിന്റെ സത്യത്തിന്റെ മുൻപിൽ നിലവിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, ഈ വചനം സത്യമാണ്. കല്ലായ ഹൃദയത്തെ മാംസളമാക്കി മാറ്റുന്ന, ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന സത്യവചനത്തെ ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചത് ഇന്നും തകർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക മാർഗം അത് സുവിശേഷമാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ഇത് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് വലിയ ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഗ്യാരണ്ടിയുണ്ട്. അടുത്ത നിമിഷം ഞങ്ങൾ വാങ്ങി വെച്ച ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ കേടാകുന്നത് പോലെ ഞങ്ങളുടെയും ജീവിതം ഇവിടെ തീരാം. ഒരുപക്ഷെ ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന ഞാനിവിടെ വീണ് മരിക്കാം. എന്നാൽ ഞാൻ പറയുന്ന സുവിശേഷം നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചതും ഇന്ന് അനേകായിരങ്ങൾ വിളിച്ചു പറയുക. ലോകം മുഴുവൻ സുവിശേഷം പറന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കട്ടെ. യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടത് ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് 33.5 തിരുവയസ്സ് വരെ ജീവിച്ചതിന് ശേഷമാണ് 30-ാം വയസ്സിൽ യേശു യോഹന്നാനാൽ സ്നാനം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പരസ്യ ശുശ്രൂഷയിൽ കടന്നുപോയി. രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ സഹായിക്കാമോ അതെല്ലാം ചെയ്തു. എന്നാൽ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ സഹായിക്കാനോ സൗഖ്യം കൊടുക്കാനോ പള്ളി പണിയാനോ സ്കൂളുകൾ പണിയാനോ വിദ്യാഭ്യാസം നൽകാനോ മാത്രമല്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ വരവിന്റെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യം കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയാ. ആ ദൗത്യം തീർക്കാതിരിക്കുവാൻ പിശാച് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മറ്റൊരു മരണത്തിലും പെടാതെ ക്രൂശ് മരണത്തിലൂടെ ദൈവപുത്രൻ മാനവജാതിയെ വീണ്ടെടുത്തു. തന്റെ വിലയേറിയ രക്തം കൊടുത്ത് ലോകത്തെ വീണ്ടെടുത്തു. അതിനുശേഷം യേശു മടങ്ങിപ്പോയി പിതാവിന്റെ അടുക്കൽ ചെന്ന് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക. മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം, മറ്റൊരുത്തലും അതുകൊണ്ട് രക്ഷയില്ലെന്ന് ഞങ്ങൾ പറയുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സാധാരണ പോലെ ജീവിച്ച് മരിച്ചവരാണ്. അവർക്കാർക്കും നമുക്ക് വേണ്ടി അവരുടെ മരണത്തിന് ശേഷം മധ്യസ്ഥ ചെയ്യാൻ പറ്റില്ല. യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. അതിനുശേഷം യേശു മടങ്ങി വരും. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പാപത്തെ വെടിഞ്ഞ് ലോകത്തിന്റെ സുഖങ്ങളെ വെടിഞ്ഞ് യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമാണെന്ന് സ്വീകരിച്ച്